പറഞ്ഞ മമ്മൂക്ക അഴിഞ്ഞടി ഞെട്ടിച്ചു കളഞ്ഞു. മമ്മൂക്കരെ ഒരു കിട്ടില്ല കെറ്റപ്പ്. അല്ല പൊന്നെ കോട്ട് സൂട്ടിട്ടൊക്കെ വരവുണ്ടാണല്ലോ. ഇവിടെ ചിലര് മാറി നിൽക്കും. അതേപോലത്തെ ഐറ്റേന്റെ മമ്മൂക്ക 73 വയസ്സിൽ എന്തിന്റെ സാധനം കാട്ടിയിട്ടാണ് പടം. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു മമ്മൂക്ക ഒരു പടമായിട്ട് വരുന്നെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം ഉണ്ടാവുമെന്ന്. അതേപോലെ തന്നെ പടം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ കൈയടിച്ചിട്ട് അതിന്റെ പോണ കിണ്ണി എന്ന് പറഞ്ഞ കിണ്ണി. അതായത് ഫൈറ്റുകളിൽ ഇതിലൊരു ഫൈറ്റ് ഉണ്ട്, അത് നൈസ് സാധനം ഹൈവേയിൽ വെച്ചുള്ളത്. അത് നമ്മൾ ട്രെയിലർ കണ്ടു. ഇത് മെയിനായിട്ട് ഫൈറ്റ് കുറെ കോടികൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ സാധനങ്ങളിൽ കയറി കൊളത്തും പടം. അവസാനം ഒരു അരമണിക്കൂർ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഇരുന്നിട്ടില്ല സീറ്റിൽ. എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയ എന്നിട്ട് അങ്ങനെ കാണിക്കണേ എന്നുള്ള ഫീൽ എനിക്ക് തോന്നിയ മമ്മൂക്ക സത്യമായിട്ടും വൻപൊളി സാധനം. വൻപൊളി എന്ന് പറഞ്ഞാൽ വൻപൊളി സാധനം എൻ്റെ. അത് ഗെയിമിങ് പോലത്തെ പരിപാടിയൊക്കെയാണ്. ഫാമിലി മമ്മൂട്ടിയുടെ പടങ്ങള് ചില പടങ്ങളുണ്ട്, ആ പടങ്ങള് ഫാമിലിക്ക് ആയാലും ഇഷ്ടപ്പെടും. വേറെ നടന്മാർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫാമിലിക്ക് വലിയ താല്പര്യം തോന്നില്ല. നമുക്ക് വെറൈറ്റികൾ ചെയ്യുന്ന കാരണം ആളെ പരീക്ഷണങ്ങൾ കാണാൻ എന്തായാലും ഫാമിലി വരും. ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ അവസാനത്തെ സംഭവമാണ് പിന്നെ ബോധം പോവും. ഇപ്പൊ മമ്മൂട്ടിയുടെ 430 സിനിമ ഇതുവരെ കാണാത്ത ഒരു രൂപഭാവമായിരുന്നു ഈ സാധനത്തിൽ. അവസാനത്തെ 20 മിനിറ്റ് ഒന്നും പറയലേ. ഇത് ശരിക്കും പറയണേ ഫസ്റ്റ് ഷോ കണ്ടതുകൊണ്ട് വൻ ലാഭമായി. ഒന്നറിയാണ്ട് പടത്തിന് കയറിയിരുന്ന് അതാണ് ആസ്വദിക്കാൻ പറ്റിയതില്ലേ. ഒന്നും പറയല്ലേ, വൻപൊളി പടം. വൻപൊളി മറ്റു പടങ്ങളെ കുറിച്ചിട്ട് എനിക്കറിയില്ല. ഞാൻ ഈ പടം ആദ്യം കണ്ടേ. ഇതെന്തായാലും കിണ്ണില്ല. ബാക്കി പടങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല.